ഹായ് അയ്യാ, ഈ കാൻഡീസ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ. അപ്പൊ പിന്നെ സ്വാദിന്റെ കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ടോ? കോജി സാർ വീണേ. കോജി സാറിനെ ഞാൻ ഞെട്ടിച്ച് കളഞ്ഞില്ലേ? ഇതെന്ത് തമാശയാ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എന്റെ അനന്തരവാ, വ്യത്യസ്തമായ എക്സ്പ്രഷൻ ഉണ്ടാക്കുന്ന കാൻഡീസിന്റെ എക്സ്പെരിമെന്റിലായിരുന്നു ഞാൻ. അതിൽ ആദ്യത്തെ എക്സ്പെരിമെന്റ് കുസൃതി തരങ്ങളുടെ കാൻഡി ആയിരുന്നു. അമ്മാവനും ഇപ്പറഞ്ഞ കുസൃതി കാണിക്കും കാൻഡി എടുത്ത് കഴിച്ചതാ. നമ്മൾ അല്പം സൂക്ഷിച്ചേ പറ്റൂ അനന്തരവാ. കാരണം ഈ കാൻഡി മനുഷ്യനെ ശരിക്കും കുറുമ്പനാക്കി മാറ്റുന്നതാണ്. ഇനി ചാച്ചയ്ക്ക് ഇടയ്ക്കിടെ കുസൃതി കാണിക്കാനുള്ള തോന്നലുണ്ടാവും. മോനെ, ഞാനിവിടെയുള്ള പലതരം കളറുകൾ കൂട്ടി യോജിപ്പിച്ച് വ്യത്യസ്തമായ കളറുകൾ ഉണ്ടാക്കാൻ പോകുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. ശ്രദ്ധിച്ചിരിക്കണം അനന്തരവാ. അമ്മാവന് ഇടയ്ക്കിടെ കുസൃതി കാണിക്കാനുള്ള ത്വരയുണ്ടാകും. ഈ 3 പേജിന്റെ ഭാരം നീ തൂക്കി നോക്കിയില്ലല്ലോ അല്ലേ? ഓരോ മില്ലിഗ്രാമിനും പ്രാധാന്യം ഉണ്ടോ? പണം മരത്തിൽ കഴിക്കുന്ന ഒന്നുമല്ല. അമ്മാവാ, ഇവിടെ കുറുമ്പൊന്നും കാണിക്കല്ലേ. ഇതൊരു ഓഫീസാണ്. ഞാൻ കുറുമ്പ് കാണിക്കുന്നു? കുറുമ്പ് കാണിക്കാൻ ഞാൻ എന്താ കൊച്ചു കുട്ടിയാണോ? അമ്മാവാ, താൻ എന്താണ് ഈ ചെയ്തത്? എന്റെ കേസ് ഫയലുകളെല്ലാം ചിന്തി ചിതറിയില്ലേ? തന്റെ 3 മാസത്തെ സാലറി കാർഡ്. അതേ ബല്ലാങ്കിൾ, ഇതാങ്കിൾ ആ കൊറേ മാസം തെരഞ്ഞോണ്ടിരുന്ന പ്രോപ്പർട്ടിയുടെ പേപ്പറുകളല്ലേ? അത് ശരിയാ, ഇത് തന്നെ. എനിക്ക് ലോട്ടറി അടിച്ചതുപോലെയായി. അമ്മാവനെ പുസ്തകങ്ങൾ താഴെയിട്ടില്ലായിരുന്നെങ്കിൽ അങ്കിൾ ഇത് അയാൾക്ക് തൂക്കി വിറ്റേനെ. ഇതിപ്പോ അങ്കിളിന് ഗുണമായില്ലേ? ഈ സന്തോഷത്തിൽ അമ്മാവന് 3 മാസത്തെ സാലറി അഡ്വാൻസ് ആയി കൊടുത്തൂടെ? പിന്നല്ലാതെ. തീർച്ചയായും തീർച്ചയായും. കേട്ടില്ല അമ്മാവാ, എനിക്ക് 3 മാസത്തെ സാലറി അഡ്വാൻസ് ആയി നൽകിയിരിക്കുകയാണ്. എന്റെ പ്രോപ്പർട്ടിയുടെ പേപ്പർ കൊണ്ട് റോക്കറ്റ് ഉണ്ടാക്കിയല്ലേ? അല്ല സാറേ, ഇത് കുറെ കാലമായി പൊടി പിടിച്ച് കിടക്കുന്നു. അതുകൊണ്ടൊന്ന് കാറ്റിൽ പറന്ന് ഫ്രഷ് ആവട്ടെ സാറേ. നീ എന്തിനാ ഇങ്ങനെ കുറുമ്പ് കാണിക്കുന്നത് അനന്തരവാ? ആ പാവം പൂക്കാരനെ വീഴ്ത്തിയല്ലേ? നല്ല രസമുണ്ടല്ലേ? പ്രോപ്പർട്ടിയുടെ പേപ്പർ. അതെ ചേട്ടാ, നിങ്ങളുടെ ബൈക്കിന്റെ ടയർ കറങ്ങുന്നുണ്ടല്ലോ. എന്താ? എങ്ങനെ? അയാളെ ഞാൻ പറ്റിച്ചത് കണ്ടില്ലേ? ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ടയർ കറങ്ങാതിരിക്കുവോ? അയ്യോ, എന്റെ പ്രോപ്പർട്ടിയുടെ പേപ്പർ ഇനി തോണി പോലെ വെള്ളത്തിൽ ഒഴുകി പോകുമോ? ബല്ലാങ്കിൾ, ഇനി എന്റെ അമ്മാവന് 4 മാസത്തെ സാലറി അഡ്വാൻസ് ആയി കൊടുത്തേ പറ്റൂ. അയ്യോ ബല്ല സാറേ, എലി കണ്ടോ? എവിടെ എലി? എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് അനന്തരവാ. എടാ മെമിക്രി, ചെല്ല്, വേഗം ചെന്ന് പൊറോട്ട കൊണ്ടുവാ. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ പഴയ പറ്റൊക്കെ തീർക്കാതെ പച്ച വെള്ളം പോലും ഇവിടുന്ന് കിട്ടില്ല. ഐഡിയ. അമ്മാവാ, പരാത്തേല് ചില്ലി പൗഡർ ഇടരുത്. അമ്മാവാ വേണ്ട.
എടാ മിമിക്രിക്കാരൻ മാക്രി, ഞങ്ങൾക്ക് പൊറോട്ട ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്റെ ഹോട്ടലിൽ പൊളിച്ചടക്കം നോക്കിക്കോ. മിമിക്രി അങ്കിൾ, നിങ്ങൾ അവർക്ക് പരാത്ത കൊടുത്തേക്കോ. ഇവരങ്കിളിന് മുഴുവൻ പൈസയും തരാതെ പോവില്ലെന്ന് ഞാൻ വാക്ക് തരുന്നു. ഇത് പൊറോട്ടയാണോ അതോ മുളക് പരത്തിയതോ? എന്റെ കയ്യിൽ നല്ല തണുത്ത മധുരമുള്ള വെള്ളമുണ്ട്. ഇത് നിങ്ങൾക്ക് നല്ല ആശ്വാസമേകും. പക്ഷെ വെള്ളം വേണമെങ്കിൽ നിങ്ങൾ മിമിക്രി അങ്കിളുടെ കടം മൊത്തം തീർത്തേക്കണം. ഇതാ, ഇതിലെത്രയുണ്ടെങ്കിലും എല്ലായിടത്തും നിങ്ങളുടെ പറ്റ തീർക്കാനുള്ളതുണ്ട്. പിന്നെ അടുത്ത തവണ കഴിക്കുന്നതിനുള്ള അഡ്വാൻസ് എടുത്തോ. പക്ഷേ ഞങ്ങൾ കുറച്ച് വെള്ളം തരണേ. എനിക്ക് താണോ തരാൻ. ആ കള്ള പരിശുകള് ഭക്ഷണത്തിന്റെ കാശ് പോലും തരില്ലായിരുന്നു. ഇപ്പൊ വെള്ളത്തിന് പോലും പൈസ തന്നിട്ടാ പോയത്. നിന്നെ സമ്മതിക്കണം അനന്തരവാ. ഓക്കെ പോലീസ് മാഡം, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. തന്ത്രശാലികളായ കള്ളന്മാർ രത്നവും മോഷ്ടിച്ചോടുകയായിരുന്നു. ഞാൻ അവരെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ രത്നം മാത്രം ഒളിപ്പിച്ചത് എവിടെയാണെന്ന് പറയുന്നില്ലല്ലോ. അതെ, അതാ നോക്കൂ, കണ്ടില്ലേ, കള്ളനോട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്റെ അമ്മാവ, താൻ ഇത് എന്തൊക്കെയാ ചെയ്യുന്നത്? കള്ളനെ രക്ഷപ്പെടുത്തിയ കുറ്റത്തിന് ഞാൻ തന്നെ ജയിലിൽ അടയ്ക്കും, നോക്കിക്കോ. ഓഹോ, അമ്മാവന്റെ വികൃതികൾ അതിർവിട്ട് പോവുകയാണല്ലോ. പക്ഷെ അമ്മാവനെ രക്ഷിക്കുകയും വേണം. ഐഡിയ. പോലീസ് മാഡം, അമ്മാവനൊരു അബദ്ധം പറ്റിയതാന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ തന്ത്രശാലിയായ കള്ളൻ രക്ഷപ്പെട്ടത് നമുക്ക് ഉപകാരം. കള്ളനെ പറഞ്ഞു വിട്ടുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടാവനാ? സൂത്രശാലിയായ കള്ളൻ രക്ഷപ്പെട്ട് ആദ്യം പോകുന്നത് എവിടെയായിരിക്കും? ഒന്ന് പറഞ്ഞോട്ടെ, അവൻ രത്നങ്ങൾ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് തന്നെ. നമ്മൾ അയാളെ പിന്തുടരുകയാണെങ്കിൽ സൂത്രശാലി കള്ളനും കിട്ടും, അവൻ ഒളിപ്പിച്ചു വെച്ച രത്നങ്ങളും കിട്ടും. കൊള്ളാം അനന്തരവാ, നിന്റെ ബുദ്ധി അപാരം തന്നെ. വരൂ. ഇന്നത്തെ ദിവസം ശരിക്കും ലക്കാണല്ലോ. ആദ്യം അമ്മാവനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇപ്പോഴിതാ എനിക്ക് എന്റെ രത്നങ്ങളും തിരിച്ചു കിട്ടിയിരിക്കുന്നു. നിന്റെ കളിയെല്ലാം അവസാനിച്ചു. ഹാൻഡ്സ് അപ്പ്. പോലീസ് മാഡം, ഞാനിപ്പോൾ ഹാൻഡ്സ് അപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. എടാ തന്ത്രശാലി കള്ള, നിനക്കിനി രക്ഷയില്ല. വേഗം കൈപൊക്കിക്കോ. ഒന്ന് നിൽക്കൂ മാഡം, ഞാൻ നിങ്ങളുടെ മേക്കപ്പ് ശരിയാക്കി തരാമേ. അയ്യോ, സൂത്രശാലി കള്ളനോട് രക്ഷപ്പെടുന്നു, അവനെ പിടിക്കേ. അനന്തരവാ, ഇത് കണ്ടോ, ഞാനൊരു ആന്റിഡോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഈ കുട്ടിക്കുറുമ്പൻ അമ്മാവനെ വീണ്ടും നിഷ്കളങ്കനായ ബൽവന്തറാക്കി മാറ്റും മോനെ. എന്റെ അമ്മാവ, നിങ്ങളുടെ പ്രശ്നം കാരണം ആ കള്ളം വീണ്ടും ഓടിപ്പോയി. അതുകൊണ്ട് പറയും, ഞാൻ ഇപ്പൊ തന്നെ പിടിച്ചു തരാം. അതെ അനിയ, അല്പം മുമ്പ് ഇതിലെ ഒരാൾ ഓടുന്നത് കണ്ടിരുന്നോ? അയാള് നീല നിറത്തിലുള്ള ഷർട്ടാണോ ധരിച്ചിരുന്നത്? അതെ അതെ. അയാൾ ഇട്ടിരുന്നത് കറുത്ത പാന്റാണോ? അതെ അതെ തന്നെ. അയാൾക്ക് ചെറിയ മീശ ഉണ്ടായിരുന്നു. അയ്യോ, എത്ര ശരിയാ പറയുന്നത്. ഇല്ല, ഞാൻ അങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. എന്താ തന്നോട് ചോദിച്ച എന്നെ വേണം അടിക്കാൻ? സൂത്രശാലി കള്ള. അമ്മാവ, നിങ്ങളുടെ അരയിൽ ചുവന്ന കളർ സാരി കെട്ടിയിട്ടുണ്ട്. അത് അഴിച്ചെടുത്ത് കള്ളന് നേരെ എറിയോ. അനന്തരവാ, എനിക്കിത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്റെ അമ്മാവ, രാവിലെ മുതൽ വിചിത്രമായ പല കുസൃതികളും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ എന്താ ഇപ്പൊ നല്ലവനായി പോയോ? അയ്യോ, വേണ്ട വേണ്ട. അയ്യോ, എന്റെ കളച്ചട്ടാ, കളച്ചട്ടാ, നിനക്ക് ചൊട്ട ഇഷ്ടമാണല്ലേ? ഇതാ നീ എടുത്തോ.
കൊണ്ടുപോക്കോ എന്നെ വിട്ടേക്ക്. വിട്ടേക്ക്. അപ്പൊ ദിനവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? അയ്യോ ഓയ്, അതേ അനന്തരവാ. അയ്യോ